സാർ, ഇവനെ വെറുതെ വിട്ടാ അത് നമുക്കൊരു പ്രശ്നമായാലോ? ഏയ്, അതൊരിക്കലും ഉണ്ടാവില്ല. സാർ, അതങ്ങനെ പറയാൻ പറ്റും? നമുക്ക് വേണ്ടതൊക്കെ ഇവന്റെ വായിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ ഇവന്റെ ആൾക്കാർ തന്നെ ഇവനെ തീർത്തേക്കും. ഇവനെ വിട്ടേക്ക്. ശരി സാർ. സാർ, ഇന്ന് ഈവനിങ് 8:30 ക്രൗൺ ഹോട്ടലിൽ വെച്ചൊരു ഇവന്റ് ഉണ്ട്. നമുക്കും ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയിരുന്നു. ഓ, അത് ഇന്നാണല്ലേ? മിസ്റ്റർ ജെയ്സും ഇവന്റിൽ പങ്കെടുക്കുന്നുണ്ടെന്നാ കേട്ടെ. വൈകിട്ടത്തെ എൻ്റെ സ്കെഡ്യൂൾ കറക്റ്റ് ചെയ്തേക്ക്. നമ്മൾ ഇവന്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ സാർ. ശരിക്കും ഈ ജെയ്സാരാ? ഒരുപാട് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അതെന്താ? അദ്ദേഹം ഇതുവരെ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല. ഈ ജെയ്സ് എന്നുള്ളത് അയാളുടെ കോഡ് നെയിമാണ്. ഈവൻ റിയൽ നെയിം പോലും അധികം ആർക്കും അറിയില്ല. ഓ, കേട്ടിട്ട് ആള് കുറച്ച് മിസ്റ്റീരിയസ് ആണെന്ന് തോന്നുന്നു. ഈവൻ ഫേസ് റിവീൽ പോലും ചെയ്യാതെ JK സാറിന്റെ മുകളിലെ നിലയിലെത്തിയില്ലേ? ഇവര് തമ്മിൽ എന്താ ശത്രുതയൊന്നും ഇല്ലാത്ത? JK സാറിന്റെ അച്ഛൻ ഹെഡായിരുന്ന സമയത്ത് സാമുൽ സാറ് കാരണം നമ്മുടെ കമ്പനിക്ക് നല്ല ലോസ് ഉണ്ടായി. ആ സമയത്ത് സാറിന്റെ അമ്മയുടെ ട്രീറ്റ്മെന്റ് ഉൾപ്പെടെ അന്ന് നമ്മുടെ കമ്പനിയെ ഫൈനാൻഷ്യലി സഹായിച്ചത് ഈ ജെയ്സ് ഹോൾഡിങ്സ് ആണ്. അപ്പോൾ ഈ സാമുൽ സാറായിട്ട് എന്താ പ്രശ്നം? സാമുൽ സാറ് JK സാറിന്റെ അച്ഛന്റെ ബ്രദറാണ്. JK സാറിന്റെ അച്ഛന്റെ കാലശേഷം കമ്പനി അയാൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ സാറിന്റെ അച്ഛനത് സമ്മതിച്ചില്ല. അതിനെപ്പറ്റി പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അവർ തമ്മിൽ ശത്രുതയുമായി. സാമുൽ സാർ ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് വേറെ കമ്പനിയും ഉണ്ടാക്കി. സാമുൽ സാറും അയാളുടെ കമ്പനിയും JK സാറിന്റെ 7 അയലത്ത് പോലും വരത്തില്ലെങ്കിലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. അതെ. നിങ്ങളിവിടെ നിൽക്കുക, ഞാനിപ്പോൾ വരാം. ഓക്കെ സാർ. മോഷണം? ഹാ, ഞാൻ കണ്ടു. എന്ത്? താൻ ആ ബിസ്ക്കറ്റ് മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടു എന്ന്. മെല്ലെ പറ. ആരോടും പറയാതിരിക്കുകയാണെങ്കിൽ ഞാൻ തനിക്കും കൂടെ തരാം. എന്താ? ബിസ്ക്കറ്റ് ഞാൻ എടുത്തു എന്ന് ആരോടും പറയാതിരിക്കുകയാണെങ്കിൽ ഞാൻ തനിക്ക് കൂടി തരാന്ന്. തനിക്ക് ഞാൻ ആരാന്നറിയോ? മനുഷ്യനല്ലേ? ഓഹോ, അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. താൻ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അതെല്ലോ. അപ്പൊ പിന്നെ ശരിക്കും എന്നെ പറ്റി ഒന്നും അറിയില്ലേ? നമുക്ക് ഇനിയും കാണാം. പിന്നെന്താ, കാണാലോ. ശരി. അല്ല, നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. ഇറ്റ്സ് ബെറ്റർ വെൻ വി ആർ സ്ട്രേഞ്ചേഴ്സ്. ഓ, ജെയ്സ് വന്നിരുന്നോ? ഇതുവരെ വന്നില്ല സാർ. സാർ, ഇവന്റ് കഴിയാനായില്ലേ? എനിക്ക് തോന്നുന്നില്ല ഇനി വരുമെന്ന്. നമുക്ക് പോവാം. ഓക്കെ സാർ. നമ്മളിപ്പോൾ പോയ ഹോട്ടലിലെ വർക്കേഴ്സിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ സാർ. JK. ഹാ അങ്കിൾ, നീ ആ സ്റ്റീഫന്റെ ഒക്കെ കമ്പനിയായിട്ടുള്ള ഡീല് വേണ്ടെന്ന് വെച്ചോ? ഹാ, എന്താ റീസൺ? അവർ മുന്നേ പറഞ്ഞ ഐഡിയയിൽ നിന്നും കുറേ ചേഞ്ചസ് വരുത്തി. ബിസിനസ് സ്ട്രാറ്റജിയിൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓ, ഇന്ന് നീ ക്രൗൺ ഹോട്ടലിൽ ഇവന്റിന് പോയിരുന്നോ? ഹാ, പോയിരുന്നു. ജെയ്സ് വന്നിരുന്നോ? അയാൾ വരുമെന്നൊരു ഫാൾസ് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു, പക്ഷെ വന്നില്ല. അയാൾ ഫേസ് റിവീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. എടാ, എന്നാ ഞങ്ങൾ ഇറങ്ങിയേക്കോ? 1-2 സ്ഥലത്തൂടെ കേറാനുണ്ട്. ആ ആന്റി. സാർ, ആ ഹോട്ടലിലെ വർക്കേഴ്സിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഷോമി. എനിക്കിതെന്താ പറ്റിയ? ഞാൻ എന്തിനാ അവനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഓ JK, അല്ലേ തന്നെ നിനക്ക് കുറെ കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ എടുത്ത് തല വെക്കല്ലേ. കിടന്നുറങ്ങ്. സർ, രാവിലെ 10 മണിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. അതിനുശേഷം 11 മണിക്ക് കമ്പനിയിലേക്ക് വരാം. പിന്നെ 2 മണിക്ക് വീണ്ടും കമ്പനിയിൽ വെച്ചൊരു ബിസിനസ് മീറ്റിംഗ് കൂടെ ഉണ്ട്. 2 മണിക്കത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തേക്ക്. നമുക്ക് ക്രൗൺ ഹോട്ടൽ വരെ ഒന്ന് പോകണം. ഓക്കെ സാർ. ഹേയ് സ്ട്രേഞ്ചർ. ഹാ, അല്ല, ഇന്നലെ ഇയാളുടെ പേര് പറഞ്ഞില്ലല്ലോ. ഐ എം ജൂഡ് കെസിംഗ്ടൺ. ഹാ, എന്തേ സർപ്രൈസ് ആയോ? അത് താനിങ്ങനെ പേടിക്കാതെ. ഞാൻ തന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. ഞാനെന്തിനാ പേടിക്കുന്നത്? തന്നെ കാണാൻ തന്നെ ഒരു പൂക്കി ലുക്കുണ്ട്.
നോവ ഒന്നിങ്ങോട്ട് വന്നേ. ഹാ വരുന്നു സർ. ബൈ ദ വേ ഐ എം നോവ ജോൺ. ഹാ തനിക്ക് എങ്ങനെ എന്റെ പേരറിയാം? ഐ എം ബിയോണ്ട് യുവർ എക്സ്പെക്ടേഷൻസ്. ഓ പിന്നെ അതിപ്പോ മാനേജറിനെ വിളിക്കുന്നത് കേട്ടിട്ടല്ലേ? അപ്പൊ സ്ട്രേഞ്ചറെ ജൂഡ് സാറേ നമുക്കിനിയും കാണാം. ഷുവർ, വൈ നോട്ട്. എടാ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഇല്ലല്ലോ, ഞാനെല്ലാം നല്ലോണം നോക്കിയിട്ടാ കൊടുത്തത്. എന്ത് ഇവിടുത്തെ വർക്കേഴ്സിന്റെ ഡീറ്റെയിൽസ് റിപ്പോർട്ടല്ലേ? ഓ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല. നീ ജൂഡ് സാറിനെ ഒന്ന് നോക്കിക്കേ. എന്താ കുഴപ്പം? നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ. അതല്ല, പുള്ളിക്കാരൻ എന്തിനാ അയാളോട് സംസാരിക്കുന്നത്? അത് ശരിയാ, ഞാനും അത് ചിന്തിക്കാണ്ടിരുന്നില്ല. സാധാരണ ആരെ മൈൻഡ് പോലും ചെയ്യാത്ത സാറെന്തിനാണ് ഇയാളോട് സംസാരിക്കുന്നത്? അതും ഒരു ക്ലീനറിനോട്. സംതിങ് സസ്പീഷ്യസ്. അതെ അതെ. ജൂഡ് നോക്ക്, ഇതുവരെ ഞാൻ എല്ലാ സമാധാനത്തിലാ പറഞ്ഞത്. ഞങ്ങളുടെ ഓഫീസിൽ കയറി ഞങ്ങളുടെ ഗാർഡ്സിനെ അടിച്ചിരുന്നതാണോ തന്റെ സമാധാനം? അപ്പൊ നിനക്ക് കമ്പനി എനിക്ക് വിട്ടുതരാൻ ഉദ്ദേശമില്ലല്ലേ? അതിന് ഉദ്ദേശം ഉണ്ടെന്ന് ഞാൻ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ജീവനുള്ളിടത്തോളം കാലം കമ്പനി എന്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഡാബോടാന്നൊക്കെ താൻ തന്നെ മോനെ വിളിച്ചാ മതി. അങ്കിളെന്ന് വിളിച്ച നാവുകൊണ്ട് തന്റെ തന്തയ്ക്ക് എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. വെച്ചിട്ട് പോടോ. സർ, യെസ്, സാറിനെ കാണാൻ ജിമിൻ സാർ വന്നിരിക്കുന്നു. ജിമിനോ? അളിയാ, അശേ എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. ഓവറാക്കല്ലേ, 1 മാസമല്ലേ ആയുള്ളൂ നമ്മളെ കണ്ടിട്ട്. ഓ പിന്നെ അത് വിട്, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ തായ്ലൻഡ് ട്രിപ്പ്? എടാ എത്ര പെമ്പിള്ളാരാ അവിടെ ഒന്നറിയോ? അത് ശരി. എടാ നീ ഈ കമ്പനി കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാതെ വല്ലപ്പോഴും വല്ല ട്രിപ്പിനൊക്കെ പോ. ഒന്ന് പോടാ. എടാ നീ ഒരു ട്രിപ്പ് പോയിന്ന് വെച്ച് കമ്പനി ആരും എടുത്തോണ്ട് ഓടാനൊന്നും പോകുന്നില്ല. എനിക്കിതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. എടാ അപ്പൊ നിന്റെ മുന്നോട്ടുള്ള ലൈഫോ? എന്ത് ലൈഫ്? എടാ നിനക്കൊരു പാർട്ട്ണറൊക്കെ വേണ്ടേ? അതൊന്നും എനിക്ക് ശരിയാവില്ല. ബെസ്റ്റ്, നീ വല്ല സന്യസിക്കാനും പോവാ, അതാ നല്ലത്. ഓ പിന്നെ പറഞ്ഞിട്ടതൊന്നും നിനക്കെന്തോ 10 ഉള്ള പോലെ. എടാ ഐ എം ഹാൻഡ്സം, യങ് ആൻഡ് റിച്ച്. എന്നെ കെട്ടാൻ പെമ്പിള്ളേർ ക്യൂ നിൽക്കുകയാണ്. പിന്നെ ഞാനായിട്ട് വേണ്ടാന്ന് വെച്ചിട്ടാ, അല്ലാണ്ട് കിട്ടാഞ്ഞിട്ടല്ലേ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയവും കാലമൊക്കെ ഇല്ലേ? ലാസ്റ്റ് കാലം കൊണ്ടുവരാകുമ്പോഴും ഇത് തന്നെ പറയണം. നീങ്ങ വന്നേ, കുറച്ച് ഫയൽ നോക്കാണ്ട്. ഓ ശവം, ഏത് സമയത്താണ് അങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത്? ഫെലിക്സേ, നിങ്ങളെങ്ങോട്ട് പോവാ? ക്രൗൺ ഹോട്ടലിലേക്ക്. അതെന്താ അവിടെ എന്തെങ്കിലും ഇവന്റ് ഉണ്ടോ? അതും ഈ രാവിലെ? ഇവന്റ് ഒന്നും ഇല്ല. JK സാറിന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാ. ക്രൗൺ ഹോട്ടലിൽ അവന് ഫ്രണ്ടോ? ഞാൻ അറിയാത്ത ഏത് ഫ്രണ്ട്? അത് സാറിന്റെ പുതിയ ഫ്രണ്ടാ, ക്രൗൺ ഹോട്ടലിലെ ഒരു എംപ്ലോയി. എന്താന്ന്? സിറ്റി ഡൊമിനേറ്റിംഗ് മാഫിയ JK ക്രൗൺ ഹോട്ടലിലെ എംപ്ലോയി ആയിട്ട് ഫ്രണ്ട്ഷിപ്പോ? അത് ഞാൻ അറിയാതെ. സംതിങ് ഫിഷി. അതെ സാർ, അതെനിക്കും തോന്നിയിരുന്നു. സംതിങ്. പോയോ? ഡാ നീ അങ്ങോട്ടാ? നീ ഇതെപ്പോ വന്നു? ഞാനൊന്ന് ക്രൗൺ ഹോട്ടലിൽ വരെ പോവാടാ. നിനക്കെന്താ അവിടെ കാര്യം? അതൊരു മീറ്റിംഗ് ഉണ്ട് ക്രൗൺ ഹോട്ടലിലോ. എന്ത് മീറ്റിംഗ്? അതെൻ്റെ ഒരു പേഴ്സണൽ ഫ്രണ്ടായിട്ടുള്ള മീറ്റിംഗ്. ഏത് പേഴ്സണൽ ഫ്രണ്ട്? എനിക്കറിയാത്ത ഏത് പേഴ്സണൽ ഫ്രണ്ടാണ് നിനക്കുള്ളത്? അത് പുതിയ പേഴ്സണൽ ഫ്രണ്ട്, കഴിഞ്ഞ മാസം പരിചയപ്പെട്ടതേ ഉള്ളൂ. ഡാടാ എൻ്റെ അടുത്ത് വളച്ചിലെടുക്കല്ലേ, സത്യം പറ, എന്താ കാര്യം? എടാ അതൊരു എംപ്ലോയിയെ കാണാൻ പോവാ. എന്തിന്? വെറുതെ ഒന്ന് കാണാൻ. ശരിക്കും? ആടാ, ഞാനത് നിന്നോട് പറയണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. എന്താ ഇവിടെ ചിരിക്കാനും മാത്രം കോമഡി സ്റ്റാർസ് ഒന്നും നടക്കുന്നില്ല. നീ സിഗ്മയാന്നൊക്കെ പറഞ്ഞിട്ട് അതായിരുന്നപ്പോഴല്ലേ പറഞ്ഞത്, ഇപ്പം അല്ല. അല്ല ആളാരാ? പേരെന്താ? നോവ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതാ ഈ പേപ്പറിലുണ്ട്, നീ നോക്കിക്കോ. അപ്പോഴേക്കും ഡീറ്റെയിൽസ് കൊടുത്തോ? നീ തന്നാ നോക്കട്ടെ. ഡാ നീ സീരിയസ് ആയിട്ടാണോ? കണ്ടിട്ട് ആള് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുണ്ട്. എടാ ട്രസ്റ്റ് മീ, ഇത് ഞാൻ മുന്നേ തമാശയ്ക്ക് ഡേറ്റ് ചെയ്ത പോലെയൊന്നുമല്ല. ഐ ആം സീരിയസ്. ബട്ട് ആൾക്ക് തിരിച്ചെന്നോട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിന് നീ കൺഫസ് ചെയ്തോ? ഇല്ല. ബെസ്റ്റ്. പിന്നെ അവൻ വല്ല ജ്യോതിഷത്തിലൂടെ കണ്ടുപിടിക്കും നിനക്ക് അവനെ ഇഷ്ടമാണെന്ന്. പോയി പറ. അതെങ്ങനെ ഒറ്റയടിക്ക് പറയാനാ? അവൻ എന്നെക്കുറിച്ച് അറിയത്ത പോലും ഇല്ല. എന്താന്ന്? അവൻ എൻ്റെ അടുത്ത് ഭയങ്കര സില്ലി ആയിട്ടാ ബിഹേവ് ചെയ്യുന്നത്. അവൻ എന്നെ കുറിച്ച് അറിയില്ല. ഇപ്പൊ എന്തിനാ ചിരിക്കുന്നേ? അല്ല നിന്റെ അവസ്ഥ ആലോചിച്ച് ചിരിച്ചതാ. നീ ആരാന്നറിയുമ്പോ അവൻ നിന്നെ റിജക്ട് ചെയ്താലോ? പോടാ വന്ന്. അവൻ എന്നെ മുഖത്ത് നോക്കി പൂക്കിന്ന് വിളിച്ചടാ. എന്തോന്ന്? നീ പൂക്കിയ? എന്നാൽ ഈ സിറ്റ് മൊത്തം വിറപ്പിക്കാൻ നിന്നെ അവൻ പൂക്കിയാക്കി കളഞ്ഞല്ലോടാ. നീ എന്തായാലും അവൻ്റെ അടുത്തൊന്ന് പറഞ്ഞു നോക്ക്. പറയണം. എന്തായാലും റെഡി ആയതല്ലേ? ബാ പോയിട്ട് വരാം. ഞാനും വരാൻ കൂടെ.
ആ ഞാൻ എന്തായാലും നിന്നെ വിളിക്കായിരിക്കുമായിരുന്നു. അതെനിക്കറിയാം, നീ എന്നെ കൊണ്ടേ പോവുള്ളൂന്ന്. ഹേയ് നോവ. ഹാ ജൂഡ് സർ, ഇന്ന് നേരത്തെ ആണല്ലോ. ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ ജിമിൻ. ഹലോ ജിമിൻ സർ. ഏയ് താൻ എന്നെ ജിമിൻ സാറൊന്നും വിളിക്കണ്ട. അയ്യോ ഞാൻ സാറിനെക്കാട്ടിലും ഇളയതല്ലേ, അപ്പൊ എങ്ങനെയാ പേരെടുത്ത് വിളിക്കുന്നത്? തനിക്ക് എങ്ങനെ എന്റെ ഏജ് അറിയാം? അല്ല ജൂഡ് സാറിന്റെ ഏജ് ഉണ്ടാവില്ലേ, അങ്ങനെ ഗസ് ചെയ്താ. ഓ അങ്ങനെ, എങ്കിൽ ജിമിനേട്ടാന്ന് വിളിച്ചോ. ഹാ ശരി ജിമിനേട്ടാ. നോക്ക്, ഇത് വലിയ കാര്യമൊന്നുമില്ല, പെട്ടെന്ന് കഴിയും. ജിമിനേട്ടാ വേണ്ട, എനിക്കിതൊന്നും വലിയ പരിചയമില്ല. ഇതൊന്നും അറിയാതെയാണോ നീ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നത്? ഞാൻ അതിന് ക്ലീനർ ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നേ. ഞാൻ ഈ ഞണ്ടിനെ ഒന്നും ഇതുവരെ തൊട്ടിട്ട് പോലും ഇല്ല. നോ വാ. ജിമിനേട്ടാ വേണ്ട, അതിന് ജീവനുണ്ട്. ഇല്ല നീ പേടിക്കാതെ. നോ വാ. ആ ജിമിനേട്ടാ എനിക്ക് പേടിയാ. നോ വാ. ആ എന്താ? നീ അവിടെ എന്തെടുത്തോണ്ടിരിക്കുക? ബാ നമുക്ക് പോവാം. എങ്ങോട്ട്? എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ബാ പോവാം. ആ പോയിട്ട് വാ, ഞാനിവിടെ നിന്നോളാം. വേണ്ട, നിന്നെ വീട്ടിലാക്കിയിട്ട് ഞാൻ പൊക്കോളാം. ഇങ്ങ് വന്നേ നീ. ചെല്ല് ചെല്ല്, അവനത് ഇഷ്ടമായില്ല. എന്തിഷ്ടമായില്ലെന്ന്? നിനക്കത് മനസ്സിലായില്ലേ? നീ എന്നോട് സംസാരിച്ചതിന് അവന് ജലസായതാ. എന്ത് ജലസ്? ആർക്ക് ജലസ്? എനിക്ക് ജലസൊന്നും ഇല്ല. നീ ഇങ്ങ് വന്നേ, സമയം പോന്നു, വാ പോവാം. ഞാൻ ജിമിനേട്ടനോട് സംസാരിച്ചപ്പോ എന്തിനാ ജലസായത്? ഞാൻ ജലസായൊന്നുമില്ല, അതവൻ വെറുതെ പറഞ്ഞതാ. പിന്നെന്തിനാ എന്നെ അവിടുന്ന് ദേഷ്യപ്പെട്ട് കൊണ്ടുവന്നത്? അത് പിന്നെ നീ അറിയാത്ത പണിയൊക്കെ ചെയ്ത് വല്ല കൈയൊക്കെ പൊളിച്ച ലാസ്റ്റ് ഞാൻ തന്നെ നോക്കണ്ടേ? ഓ അപ്പൊ നോക്കാൻ വയ്യാത്തോണ്ട് പറഞ്ഞാണല്ലേ? അല്ല അതെ, നോക്കാൻ വയ്യാത്തോണ്ട് എന്നെ പറഞ്ഞതാ. ഹേയ് മാനേജർ. അയ്യോ ജെ.കെ. സർ, എന്ത് പറ്റി സർ? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഇവിടുത്തെ സ്റ്റാഫ് നോവ എവിടെ? അവൻ ലീവിലാണ് സർ. എന്താ റീസൺ? അത് ഞങ്ങൾക്ക് അറിയില്ല സർ. അറിയില്ലെന്നോ? നിങ്ങളുടെ ഒരു സ്റ്റാഫ് ലീവാണെങ്കിൽ അതിന്റെ റീസൺ നിങ്ങൾക്ക് അറിയില്ലേ? ഞങ്ങൾ അങ്ങനെ റീസൺ മാറ്റർ ചെയ്യാറില്ല സർ. ഡാം ഇറ്റ്. സർ, ആ പോയത് ജെ.കെ. സാർ അല്ലേ? അതെ. അദ്ദേഹം നമ്മളെ പോലുള്ളവരോടൊക്കെ സംസാരിക്കോ? അദ്ദേഹം നോവയെ അന്വേഷിച്ചു വന്നതാ. നോവയോ? അവനെ എന്തിനാ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. എടാ നീ ഇങ്ങനെ ഡൗൺ ആവല്ലേ, അവൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിപ്പോ 4 ദിവസമായി അവനെ കാണാണ്ടായിട്ട്. മെസ്സേജിനൊന്നും റിപ്ലൈ ഇല്ല, വിളിച്ചിട്ടാണെങ്കിൽ കോളും എടുക്കുന്നില്ല, ഒരു വിവരവും ഇല്ല. നീ അവന്റെ വീട്ടിൽ പോയി നോക്കിയിരുന്നോ? അവൻ വീട്ടിലില്ല. അവന്റെ നെയ്ബേഴ്സിന് പോലും അറിയില്ല അവൻ എവിടെയാണെന്ന്. സർ എന്താ? സർ, നോവ സാറിനെ ടൈറ്റൻ സ്ട്രീറ്റിലെ മാൻഷനിൽ കണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി. ടൈറ്റൻ സ്ട്രീറ്റിലെ മാൻഷനോ? ജെയ്സിന്റെ മാൻഷൻ. ഇതൊരു കിഡ്നാപ്പാണോ? ഡാം ഇറ്റ്. ഏയ് താനാരാ? തനിക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. എവിടെ? ആര്? നിന്റെ ഒക്കെ ജെയ്സ് എവിടെയെന്ന്? ജയ് സാറിനെ ഇപ്പൊ കാണാൻ പറ്റില്ല. അവൻ എന്താ ആവിയാണോ കാണാതിരിക്കാൻ? ഡാ നീ ഓക്കെ അല്ലേ? ഡാ നീ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? നോവ എവിടെ? അതൊരു ഫാൾസ് ഇൻഫർമേഷൻ ആയിരുന്നു, അവൻ അവിടെ ഇല്ല. ഇല്ല ഞാൻ കണ്ടതാ. എന്താ നീ കാണാനോ? എങ്ങനെ? ഞങ്ങളവിടെ മൊത്തം സെർച്ച് ചെയ്താണല്ലോ. എടാ അല്ല, ഞാൻ അവനെ കണ്ടതാ, പക്ഷെ അവൻ മൊത്തത്തിൽ ഡിഫറെന്റ് ആയിരുന്നു. ഡിഫറെന്റോ? എടാ നിന്റെ തലയ്ക്ക് അടി കിട്ടിയില്ലേ, അതിന്റെ ഇമ്പാക്ട് നിനക്ക് തോന്നുന്നതാ. എടാ അല്ല സർ, നോവ സാർ ഈ ഹോസ്പിറ്റലിലുണ്ട്, താഴത്തെ നിലയിൽ.
നോവ, നീ എന്താ ഇവിടെ? ഹാ ജ്യൂഡ് സർ, നിങ്ങളെന്താ ഇവിടെ? അയ്യോ, തലയിൽ എന്ത് പറ്റിയതാ? അതൊന്നുമില്ല. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നീ എന്താ ഇവിടെ എന്ന്? അത് എൻ്റെ ചേച്ചിക്ക് സുഖമില്ല. ഈ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് നാൾ ഞാൻ വർക്കിന് പോകാതിരുന്നത്. ഓ, ബില്ലൊക്കെ ഞാൻ പേ ചെയ്തേക്കാം. അയ്യോ, അതിൻ്റെ ആവശ്യമില്ല. നീ ഞാൻ പറയുന്ന കേക്ക്. എക്സ്ക്യൂസ് മീ. ഹാ, ഈ നോവയുടെ കൂടെ വന്നതാരാ? ഞാനുണ്ട്, പറഞ്ഞോ. ഈ മരുന്നൊക്കെ വാങ്ങിയിട്ട് വരണം. ഹാ, തനിക്ക് ആ വായനടച്ച് മെഡിസിൻ മേടിക്കാൻ പറ്റുമോ? ഇപ്പോഴത്തേക്കാ വേണ്ടത്, അല്ലാതെ പിന്നെ കൊണ്ടുവന്നിട്ട് ആർക്ക് കൊടുക്കാനാ? അതെ, പോയി. എന്തൊരു സാധനം അത്! ആ ഫേസ് കണ്ട എന്ത് പാവമാ. ഓഫ്, വാ തുറന്നാ തീർന്നു. ബട്ട് ക്യൂട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. ഇത് കഴിഞ്ഞില്ലേ? എങ്കിൽ ഞാൻ പോട്ടെ, ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം. ഡാഡാ, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലോട്ട് പോകുന്നേ? ഞാൻ വെറുതെ നോവയുടെ ചേച്ചിയെ കാണാൻ. നീ നോവയുടെ ചേച്ചിയെ കാണാൻ പോവാണോ അതോ അവരുടെ ഡോക്ടറിനെ കാണാൻ പോവാണോ? അതിപ്പോ രോഗിയെ കാണുന്ന സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ഡോക്ടറിനെ കാണണമല്ലോ. സത്യം പറ, നീയും ആ ഡോക്ടറുമായിട്ട് എന്താ ചുറ്റിക്കളി? എന്ത് ചുറ്റിക്കളി? ഒന്ന് പോയാടാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കരുത്. അത് വിട്. നീ നോവ എപ്പോഴാ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് മനസ്സിലാവാത്ത അതല്ല, അവനിപ്പോ എന്നെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു. എന്നിട്ടും അവൻ എന്നെ ഒരു പേടിയോ റെസ്പെക്റ്റോ ഒന്നുമില്ല. അത് ഞാനും ശ്രദ്ധിക്കാതിരുന്നില്ല. എന്നാലും അവന്റെ ക്യാരക്ടർ അങ്ങനെയാ. That's why I love him. ഓ, ഇങ്ങനെ വൺ സൈഡ് വെച്ചോണ്ടിരിക്കാതെ വേഗം പറയാൻ നോക്ക്. അപ്പോൾ ശരി, താങ്ക് യു. ഞാൻ പോട്ടെ. ഞാൻ കൊണ്ടാക്കാം. ഏയ്, അത് വേണ്ട. ഇത്രയും നേരം തന്നെ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തില്ലേ? ഞാൻ തന്നെ പൊക്കോളാം. ഇത്ര ലേറ്റ് ആയില്ലേ? എങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വാ. കുഴപ്പമില്ല, വാന്നേ. ഓക്കെ. നോവ. ഹാ ജൂഡ് സർ, എന്താ? I never been this nervous before, but I don't want to hide how I feel anymore. Every moment with you makes my world a little brighter, and my heart keeps choosing you over and over again. So, I just have one question. Will you be my boyfriend? Jude sir. Nova, I love you. Will you be my boyfriend? Yes. എൻ്റെ റൂം ഏതാ? ഞാൻ ഇവിടെ കിടക്കണ്ടേ? ദാ ഇവിടെ കിടന്നോ? വേണമെങ്കിൽ എൻ്റെ റൂമിൽ. ഗുഡ് നൈറ്റ്. ഓക്കെ. ഡാ, കൺഗ്രാറ്റ്. പറ കേക്കട്ടെ, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എന്ത്? ഞാൻ അറിഞ്ഞു അവൻ ഇന്നലെ ഇവിടെ നിന്നേന്ന്. അതിന് നീ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ. എടാ, എന്തുവാടാ? എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റാ? ആ, ബെസ്റ്റ്. ഞങ്ങൾ രണ്ട് റൂമിലാ കിടന്നെ. അയ്യേ, എന്താടാ? ഏയ്, ഒന്നുമില്ല. ഇനി എന്താ പ്ലാൻ? എന്ത് പ്ലാൻ? എടാ, അവൻ്റെ അടുത്ത് ഇവിടെ വന്ന് നിന്റെ കൂടെ നിൽക്കാൻ പറ. അവൻ എന്തായാലും അവൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ. ഞാനത് ആലോചിച്ചിരുന്നു. അവൻ്റെ അടുത്ത് ചോദിക്കണം. നീ എന്തായാലും ചോദിക്ക്. നീ എങ്ങോട്ടാ? ഹോസ്പിറ്റലിലേക്കായിരിക്കുമല്ലേ? ചെറുതായിട്ട്. ചെല്ല്. ഹലോ ഡോക്ടർ. ഇയാള് പിന്നെ. എടോ, തൻ്റെ പ്രശ്നം എന്താ? എന്ത് പ്രശ്നം? അപ്പോൾ പ്രശ്നമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് താൻ എന്തോ കാര്യത്തിനായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നേ? ഞാൻ വെറുതെ കാണാൻ. തൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതിവിടെ നടക്കത്തില്ല. പൊക്കോ. ഏയ്, അങ്ങനെ പറയല്ലേ. എനിക്കെന്താ കുഴപ്പം? ഹാൻസം അല്ലേ, ആൻഡ് റിച്ച്, യങ്. പിന്നെന്താ? ഒന്ന് പോയടോ കോഴി. എനിക്കിവിടെ വേറെ പണിയുണ്ട്. കോഴിയാ? ഡു യു നോ ഹു ഐ ആം? താൻ ആരായാലും എനിക്കെന്താ? ഒന്ന് പോകാവോ? ഇപ്പം ഞാൻ പോവാ, ബട്ട് ഇനിയും ഞാൻ വരും. ഡാ, ജിമിൻ സാർ എന്താ ഇവിടെ? ജിമിൻ സാറോ? എടാ, JK സാറിന്റെ ഫ്രണ്ട്, ബ്ലാക്ക് സ്റ്റോൺ ഗ്ലോബൽ കമ്പനീസിന്റെ MD. യു മീൻ മാഫിയ? പോടാ വന്ന്. നിനക്ക് ആള് മാറിപ്പോയതായിരിക്കും. അയാൾ മാഫിയ ഒന്നുമല്ല. അയ്യോ, അത് ജിമിൻ സാറാണ്. ശരിക്കും? ആടാ. കർത്താവേ, ഇനി അടുത്ത വള്ളി എന്താണോ? കഴിഞ്ഞ വർക്കൊക്കെ? എന്ത് പറ്റി? ടയർഡാണോ?
was until I see you. ഞാൻ ഫുഡ് കഴിച്ചോ നീ? ഇല്ല, ഒരുമിച്ച് കഴിക്കാന്ന് വെച്ചു. ഹാ, എങ്കി വാ. ഹലോ, ആ ഫെലിക്സ് പറയൂ. എന്താ? ഓ ഷിറ്റ്, എന്താ? എന്തു പറ്റി? അങ്കിൾ ഞങ്ങളുടെ വെപ്പൺസ് കളക്ടിംഗ് ടീമിനെ അറ്റാക്ക് ചെയ്തു. സൺ ഓഫ് എ ബിച്ച്, ഹൗ ഡെയർ യു! നീ ഇങ്ങനെ തിളക്കല്ലേ? ആ കമ്പനി എനിക്ക് വിട്ടു തന്നാ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും. ഈ ജ്യൂഡ് കെസിംഗ്ടൺ ഒരു വാക്കേ ഉള്ളൂ: ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം കമ്പനി എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. എങ്കിൽ നിന്നെ കൊന്നിട്ടാണെങ്കിൽ ആ കമ്പനി ഞാൻ മേടിക്കും. അതിന് നിങ്ങൾ ജീവനോടുണ്ടായിട്ട് വേണ്ടേ? ഡാ, ജ്യൂഡ്, നീ നോക്കിക്കോ, അധികകാലം ഈ കമ്പനി നിന്റെ ഇരിക്കില്ല. കൂടുതൽ ഡയലോഗ് അടിക്കാതെ അടി കൊണ്ട് താഴെ കിടക്കുന്ന തന്റെ ഗാർഡ്സിനെ കൊണ്ട് സ്ഥലം വിടാൻ നോക്ക്. നോവ എവിടെ? ഡാ, എന്തു പറ്റി? നീ ഓക്കെ അല്ലേ? ആടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ അയാളുടെ ഉദ്ദേശം? വേറെന്ത് ഉദ്ദേശം? അയാൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ആ കമ്പനി മേടിക്കണം. വെപ്പൺസ് കളക്ടിങ് ടീമിനെ അറ്റാക്ക് ചെയ്താൽ അതിലൂടെ നമുക്ക് ഒരുപാട് ലോസ് ഉണ്ടാവുമെന്ന് അയാൾക്കറിയാം. അതിനയാൾ മനഃപൂർവ്വം ചെയ്തതാ. ബട്ട് എനിക്ക് മനസ്സിലാവാത്തത്, ഇന്നലെ അത്രയും ഫൈറ്റ് ഉണ്ടായപ്പോൾ നമ്മുടേതല്ലാത്ത കുറച്ച് ഗാർഡ്സ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. നമ്മുടേതല്ലാത്ത ഗാർഡ്സോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, ഇന്നലെ ഫൈറ്റിൻ്റെ ഇടയിൽ ഞാൻ കണ്ടതാ. അവരൊന്നും നമ്മുടെ ഗാർഡ്സ് ആയിരുന്നില്ല. അവർ അങ്കിളിൻ്റെ ഗാർഡ്സിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നേ. അതായത് നീ പറയുന്നത് പുറത്തുനിന്ന് ആരോ വന്നിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണോ? അതെ, എനിക്ക് അങ്ങനെയാ തോന്നിയത്. എടാ, അത് നിനക്ക് വെറുതെ തോന്നിയത് വല്ലതും ആയിരിക്കും. എടാ, എൻ്റെ ഗാർഡ്സിനെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ലെന്നുണ്ടോ? പിന്നെ അതാരായിരിക്കും? അതേപോലെ നോവയും, അവനും ഭയങ്കര പ്രൊഫഷണലായിട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താ? നോവ ഈ ഫൈറ്റിലുണ്ടായിരുന്നോ? അവനിവിടെ ഉണ്ടായിരുന്നു. ഓ, നീ എവിടെയായിരുന്നു? ഞാൻ ഡാനിയലിൻ്റെ കൂടെ ഒന്ന് പുറത്തു പോയിരിക്കുമായിരുന്നു. ഏത്? നോവയുടെ ചേച്ചിയെ നോക്കുന്ന ഡോക്ടറോ? അവൻ തന്നെ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞിട്ടാണ് നോവ ഹോസ്പിറ്റലിൽ പോയെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അതങ്ങനെ ശരിയാവും? അവൻ ഇത്ര നേരം എൻ്റെ കൂടെ ആയിരുന്നല്ലോ. നോവ, ഹേയ്, ഇന്ന് വർക്കിന് പോയില്ലേ? നീ ഇന്നലെ എവിടെ പോയതാ? നീ ഇന്നലെ എവിടെ പോയതാന്ന്? ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ. ആര് വിളിച്ചിട്ട്? ഡോക്ടർ. എന്നിട്ട് ഡാനിയൽ ഇന്നലെ ജിമ്മിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അത് ഡാനിയൽ ഡോക്ടർ അല്ല, വേറെ ഡോക്ടർ. അതിന് നിന്റെ ചേച്ചിയെ നോക്കുന്നത് ഡാനിയൽ അല്ലേ? ആണ്. ഇന്നലെ പെട്ടെന്നൊരു എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചതാ. ഇന്നലെ അങ്കിള് നിന്നെ കണ്ട സ്ഥിതിക്ക് ഇനി നീയും ഒന്ന് സൂക്ഷിക്കണം. ഹലോ, ഹേയ് ജ്യൂഡ്. ഹൂ ഈസ് ദിസ്? തനിക്ക് എങ്ങനെ എൻ്റെ നമ്പർ കിട്ടി? ഐ ആം ജെയ്സ്. ഹോപ്പ് യു നോ മീ. ഞാൻ തനിക്കൊരു ഹെൽപ്പ് ഓഫർ ചെയ്യാനാണ് വിളിച്ചത്. എന്ത് ഹെൽപ്പ്? റീസെൻ്റ്ലി തൻ്റെ റൈവൽ കമ്പനിയുമായി നടന്ന പ്രശ്നങ്ങൾ ഞാൻ അറിഞ്ഞിരുന്നു. ആൻഡ് ഐ എം ഹിയർ ടു ഓഫർ യു ഹെൽപ്പ്. എന്ത് ഹെൽപ്പ്? ദേ ആർ പ്ലാനിങ് സംതിങ് ബിഗ് ടു അറ്റാക്ക് യുവർ കമ്പനി. അതങ്ങനെ തനിക്കറിയാം? ജ്യൂഡ്, വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ഫോർ ആൻ എക്സ്പ്ലനേഷൻ. തനിക്കും തൻ്റെ ഗാർഡ്സിനും ഒറ്റയ്ക്കത് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. കഴിഞ്ഞ ദിവസം തന്നെ മാൻഷനിൽ വെച്ചുണ്ടായ ഫൈറ്റിൽ തോറ്റ സ്ഥിതിക്ക് അവരെന്തായാലും അവരുടെ ഗാർഡ് സ്ട്രെങ്ത് കൂട്ടും. അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. താൻ എന്താ പറഞ്ഞു വരുന്നത്? ഞാനും എൻ്റെ ഗാർഡ്സും നിങ്ങളുടെ ഒപ്പം നിൽക്കും. എന്തിന്? ഇതുകൊണ്ട് തനിക്കെന്താ ബെനഫിറ്റ്? ജ്യൂഡ്, ഇതിനു മുന്നേ ഞങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതൊന്നും ബെനഫിറ്റിന് വേണ്ടിയായിരുന്നില്ല. പിന്നെ താൻ എന്തിന് ഇതൊക്കെ ചെയ്യണം? ജ്യൂഡ്, വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ഫോർ ആൻ എക്സ്പ്ലനേഷൻ. ദെൻ വി ഡോണ്ട് നീഡ് യുവർ ഹെൽപ്പ് ഐദർ. ജ്യൂഡ്, സീംസ് ലൈക്ക് ഇതിൻ്റെ സീരിയസ്നെസ് തനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കമ്പനി കിട്ടാൻ അയാൾ ഏത് അറ്റം വരെയും പോവും. അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടേ? ഇന്ന് എൻ്റെ ഗാർഡ്സ് അങ്ങോട്ട് വരും. ഐ നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് യുവർ മാൻഷൻ ഈസ് സേഫ്. കുറച്ച് ദിവസത്തേക്ക് താൻ ഈ മാൻഷന് പുറത്ത് പോകരുത്. ഹൂ ആർ യു ടു ഓർഡർ മീ? ജ്യൂഡ്, ഐ സെഡ് വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ഫോർ ആൻ എക്സ്പ്ലനേഷൻ. സോ ജസ്റ്റ് ഡു വാട്ട് ഐ സെഡ്. ബട്ട് ഹലോ ജെയ്സ്. ഡാം ഇറ്റ്. ഡാ, ആരായിരുന്നു? ജെയ്സ്. എന്താ? ജെയ്സ് ആയിരുന്നു. അയാൾ എന്തിനാ നിന്നെ വിളിക്കുന്നത്?
അപ്പോൾ അന്ന് ആ ഫൈറ്റിൻ്റെ ഇടയിൽ വന്ന നിന്റെ അല്ലാത്ത ഗാർഡ്സ് അയാളുടെ ആയിരുന്നോ? മേ ബി. നീ എന്ത് തീരുമാനിച്ചു? അയാൾ പറയുന്നതിലും കാര്യമുണ്ട്. വി നീഡ് ദ ഹെൽപ്പ്. നോവ എവിടെ? അവൻ ഹോസ്പിറ്റലിലുണ്ട്. ഹാ, അവൻ ഇപ്പം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ബട്ട് ഐ ഹാവ് ടു മേക്ക് ഷുവർ ഹീസ് സേഫ്. ഫെലിക്സ്, ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ 2 ഗാർഡ്സിനെ പറഞ്ഞയച്ചേക്ക്. ഓക്കെ സാർ. ജ്യൂഡ്, ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, കമ്പനി എനിക്ക് നിനക്ക് വിട്ടുതരാൻ പറ്റുമോ? ഇതിനുള്ള മറുപടി ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു. നീ ജീവനോട് ഇരിക്കുമ്പോ കമ്പനി എനിക്ക് കിട്ടില്ലെന്നാണെങ്കിൽ നിന്റെ മരണമേ ഉള്ളൂ പ്രതിവിധി. ഓക്കെ ദെൻ, ട്രൈ യുവർ ബെസ്റ്റ്. എന്താ? താൻ എന്നെ കൊല്ലുമെന്നല്ലേ പറഞ്ഞത്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. ഹൗ ഡേ യു! ഇന്ന് നിന്റെ അവസാനത്തെ ദിവസമായിരിക്കും. അത് താൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയോ? നോവ, ഇവനെന്ത് ഇവിടെ? Who the hell are you? ഐ എം ജെയ്സ്. ഹോപ്പ് യു നോ മീ. ജെയ്സ്, നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? പിന്നെ എൻ്റെ ബോയ്ഫ്രണ്ടിനെ ഞാനല്ലാതെ വേറെ ആരാ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? ബോയ്ഫ്രണ്ട്? യെസ്, Jude Kensington is mine. What the hell? ലുക്ക് മിസ്റ്റർ ജെയ്സ്, എനിക്ക് നിങ്ങളായിട്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. ഇതിൽ ഇടപെടാൻ നോക്കണ്ട. ഓഹോ, ജൂഡ് ഇതുവരെ നിങ്ങളെ ഒരു കുടുംബാംഗമായി കണ്ടിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാണ് ഒരു കുടുംബകാര്യമാകുന്നത്? എന്താണെങ്കിലും നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ശരി, ഞാനതിൽ ഇടപെടുന്നില്ല. പകരം ജൂഡിന് കമ്പനി വിട്ടുകൊടുത്തിട്ട് നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോകണം. അങ്ങനെ പോകാനല്ല ഞാൻ ഇവിടം വരെ വന്നത്. അങ്ങനെയാണ് നിങ്ങൾ ഇവിടുന്ന് പോകില്ല. ഡോ, ജൂഡ്, ജൂഡ് നിക്ക്. ജൂഡ്, ഐ ക്യാൻ എക്സ്പ്ലെയിൻ. ഞാൻ പറയുന്ന കേക്ക്. എന്താ ഞാൻ കേക്കണ്ടേ? ഹാ, ഇനി ഒരുപാട് കള്ളങ്ങളോ? എന്നോടുണ്ടായിരുന്ന പ്രണയവും കള്ളമായിരുന്നോ? അല്ല, എനിക്ക് നിന്നോടുള്ള പ്രണയം സത്യമാണ്. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എനിക്കൊന്നും കേക്കണ്ട. എനിക്കിനി നിന്നെ കാണുകയും വേണ്ട. ഇനി എന്റെ മുന്നിൽ വരരുത്. അവനൊന്നും മര്യാദക്ക് കഴിക്കുന്ന പോലും ഇല്ല. ഞാനൊന്ന് നോക്കട്ടെ. ഡാ, നീ ആരെ കാണിക്കാൻ നീ പട്ടിണി കിടക്കുന്നേ? അല്ലല്ലോ, അവൻ ചെയ്തതിൽ എന്താ തെറ്റ്? അവൻ ജെയ്സാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനെ പ്രണയിക്കുമായിരുന്നോ? നിന്നെ സ്വന്തമാക്കാൻ അവന് കുറച്ച് കള്ളങ്ങൾ പറയേണ്ടി വന്നു. എനിക്കത് അത്ര വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. അങ്കിൾ, മതി, നിർത്ത്. കള്ളം എപ്പോഴും കള്ളം തന്നെയാ. അങ്കിൾ പറഞ്ഞ ഈ പ്രണയവും കള്ളമാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് നിന്നെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. നിന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് അവര് പണം നൽകിയത് അതിൽ നിന്ന് 1 രൂപ പോലും തിരികെ വേണ്ടെന്ന് പറഞ്ഞോണ്ടാ. പ്രായത്തിൽ നിന്നേക്കാൾ ഇളയതാണെങ്കിലും നിന്നേക്കാൾ മുന്നേ അവൻ ഈ മേഖല ഏറ്റെടുത്തതാ. അതുകൊണ്ട് ഇവിടെ നിന്നേക്കാളും അധികാരവും അവകാശവും അവനുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ആഗ്രഹിച്ചത് സ്വന്തമാക്കാൻ വലിയ പാടൊന്നുമില്ല. നിന്നെ കിഡ്നാപ്പ് ചെയ്യുന്നത് പോലും അവന് നിസ്സാരമാണ്. അങ്ങനെയുള്ള ഒരാൾ നിന്റെ മുന്നിൽ ഒരു സാധാരണക്കാരനായിട്ട് അഭിനയിക്കണമെങ്കിൽ അവന് നിന്നോടുള്ള പ്രണയം സത്യമായതുകൊണ്ട്, അവന് നീ അത്രയും പ്രിയപ്പെട്ടതായതുകൊണ്ടാ. എനിക്ക് നിന്നോട് പറയാൻ മാത്രമേ പറ്റൂ. എന്ത് വേണമെന്ന് ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടത് നീയാ. ജൂഡ് സർ, എനിക്ക് അകത്തേക്ക് പോകാവോ? യെസ് സർ, വരൂ. ജൂഡ്, ഐ എം സോറി. ഇറ്റ്സ് ഫൈൻ. ഞാനാ സോറി പറയണ്ടേ. എല്ലാം പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. സാരമില്ല, പോട്ടെ. ജൂഡ്, നീ എന്നെ വിട്ട് പോവല്ലേ? ഒരിക്കലും ഇല്ല. സ്നേഹിച്ചു പോയടാ ഞാൻ നിന്നെ. എൻ്റെ പ്രാണന് തുല്യം. ആ നിന്നെ ഞാൻ എങ്ങനെ വിട്ടിട്ട് പോകാനാ? ഇനി എനിക്കറിയാത്ത കള്ളം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്ത്? ഐ എം നോട്ട് എ ബോട്ടം. വാട്ട് ദ ഹെൽ? For you, I can be a bottom too.
Jude, do you know how much I craved for you, baby? Now I am all yours, only yours. ആ ജിമിനേട്ടാ, നിങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തെന്ന് കേട്ടല്ലോ. കൺഗ്രാറ്റ്സ്. താങ്ക്സ്. അടുത്തത് നിങ്ങളാ. ഡാനിയൽ, ഞാനത് സൊല്ലിയാവണോ? നീ അവളല്ല, നീ അവളോ അഴക്. ഓ, ഒന്നിങ്ങോട്ട് വന്നേ. ആറാത് എന്താ? അയ്യോ ബേബി, നീയായിരുന്നോ? എന്തു പറ്റി? എനിക്കിതൊന്നും അഴിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്തേ. എന്തഴിക്കാൻ? ഈ ഡ്രസ്സ്. പിന്നെ എപ്പോൾ അഴിച്ചു എന്ന് ചോദിച്ചാ പോരെ? എന്നാ കിടന്നാലോ? എനിക്ക് വിശക്കുന്നു. എന്താ? രാവിലെ തൊട്ട് ഫോട്ടോഷൂട്ടും അതും ഇതും ഒക്കെ ആയിട്ട് മര്യാദക്ക് ഫുഡ് കഴിക്കാൻ പോലും പറ്റിയില്ല. ശുഭം, എനിക്ക് വിശക്കുന്നൂന്ന്. എങ്ങനുണ്ട്? ഇഷ്ടമായോ? ആദ്യം നമ്മൾ കണ്ടപ്പോൾ ഞാനിതൊന്നും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. എന്ത്? അല്ല, മാഫിയ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഭയങ്കര കോൾഡ് ടൈപ്പ് ആയിരിക്കും എന്നാ. പിന്നെ അല്ലേ മനസ്സിലാക്കിയത് ഒരു കോഴിയാണെന്ന്. ചുമ്മാ പറഞ്ഞ.